നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ വിജയൻ ഇന്നലെ വന്ന ആ കറുത്ത കാറ് ആരുടേതാണ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ആ ചോദ്യത്തിന് ഇതാ ഉത്തരം ലഭിക്കുകയാണ്. ആ കറുത്ത കാറ് 40 ലക്ഷം രൂപ വരുന്ന ആ കറുത്ത ഇന്നോവ കാറ് ഒരു പാർട്ടിക്കാരന്റെ തന്നെയാണ്. മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എത്തിയ കറുത്ത കാറിനെ ചൊല്ലിയുള്ള നിഗൂഢതകൾ ഒടുവിൽ പുറത്തുവരികയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കാറിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇ.ഡി. ഓഫീസിന് മുന്നിലേക്ക് പാഞ്ഞിറങ്ങിയ ആ കറുത്ത പുത്തൻ പുതിയ ഇന്നോവ ഹൈക്രോസ് കാറിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. തിരുവനന്തപുരം പാളയത്ത് CPM നിയന്ത്രണത്തിലുള്ള കൈരളി TV ആസ്ഥാനത്തിന്റെ മേൽവിലാസത്തിലാണ് ഈ ആഡംബര വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാഹനത്തിന്റെ RC അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രേഖകൾ പ്രകാരം ജിഗേഷ് എന്നയാളുടെ പേരിലാണ് കാർ ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ഈ ജിഗേഷ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇയാൾ കൈരളി TVയിലെ ജീവനക്കാരനാണെന്നാണ് സൂചന. ജിഗേഷ് നാരായണൻ എന്ന പേരിൽ പിണറായിയുടെ ബന്ധുക്കൾ കൈരളി TVയിൽ ജോലി ചെയ്യുന്നുണ്ട്. വിപണിയിൽ 25 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ വിലമതിക്കുന്നതാണ് ഈ ടൊയോട്ടയുടെ ഈ പുത്തൻ ഹൈക്രോസ് കാർ. ഇതിന്റെ RC ബുക്കിലെ വിലാസം ഇപ്രകാരമാണ്: ജിഗേഷ് സൺ ഓഫ് നാരായണൻ, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. കൈരളി TVയുടെ കോർപ്പറേറ്റ് വിലാസവും പിണറായി കുടുംബത്തിലെ അടുത്ത ബന്ധുവിന്റെ പേരും ഒത്തുചേരുന്നതോടുകൂടി കാറിന് പിന്നിലെ കൃത്യമായ CPM കുടുംബ ബന്ധങ്ങളാണ് വ്യക്തമാകുന്നത്. എന്നാൽ വാഹനം വാങ്ങിയതിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ് കൈരളി TVയുടേതാണോ അതോ വ്യക്തിപരമാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പിണറായി വിജയനും കുടുംബത്തിനും കറുത്ത നിറത്തോടുള്ള കറുത്ത കാറിനോടുമുള്ള പ്രത്യേക താല്പര്യം ഈ യാത്രയിലും പ്രകടമാണെന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സുരക്ഷയ്ക്കായി പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി കറുത്ത കാറുകൾ വാങ്ങിക്കൂട്ടിയത് വലിയ വിവാദമായിരുന്നു. ഷോറൂമിൽ നിന്ന് രജിസ്ട്രേഷൻ പൂർത്തിയായി ദിവസങ്ങൾ പോലും ആകാത്ത ഇൻഷുറൻസ് വിവരങ്ങൾ പോലും പൊതുരേഖകളിൽ ലഭ്യമാകാത്ത വാഹനത്തിലാണ് ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പം വീണ EDക്ക് മുന്നിൽ എത്തിയത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ T എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് ഇന്നലെയാണ് നടത്തിയത്. 8.5 മണിക്കൂറാണ് നീണ്ടുനിന്നത്. 10:30 കൊച്ചി ED ഓഫീസിലെത്തിയ വീണയെ രാത്രി 8 മണി വരെയാണ് ചോദ്യം ചെയ്തത്. എന്തായാലും നിർണായക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചു എന്ന് മനസ്സിലാകുന്നു. പരസ്പര വിരുദ്ധമായ ചില മൊഴികളുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്.